ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബ് പ്രസൻസ്, സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിന്റെ പാസ്റ്റ് ഫോമിലുള്ള ഉപയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ഫോമിൽ ബി എന്ന വെർബിന് രണ്ട് വാക്കുകൾ ഉണ്ട്, വാസ് ആൻഡ് വേർ. ഈ വെർബിന് മാത്രമേ ഇങ്ങനെ രണ്ട് വാക്കുകൾ സിംഗുലറിന് വേണ്ടിയും പ്ലൂറലിന് വേണ്ടിയും പാസ്റ്റ് ഫോമിൽ ഉള്ളൂ എന്ന് നമ്മൾ കാണുകയുണ്ടായി. മറ്റെല്ലാ വെർബ്സിനും പാസ്റ്റ് ഫോമിൽ ഒരു വാക്കേ ഉണ്ടാവുള്ളൂ. അത് തന്നെ സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കും. എന്നാൽ ബിക്ക് വാസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കും, വേറെ പ്ലൂറലിന് വേണ്ടി ഉപയോഗിക്കും. വേറിന്റെ ഉപയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്നു, ഇവിടെ ഉപയോഗിക്കുന്ന ഈ ആയിരുന്നു എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കാറുണ്ട്, മലയാളത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ രണ്ട് വാചകങ്ങൾ കാണുകയുണ്ടായി. വി വേർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ, ഈ വേർ കൊണ്ടൊന്ന് മുന്നിലിട്ട ക്വസ്റ്റ്യൻ, വേർ വി ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയാം. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ നെഗറ്റീവാണ്. മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വി വേർ നോട്ട് ഹിയർ. വി വേർ നോട്ട് ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വി വേർ നോട്ട് ഹിയർ. ഈ വേർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വേൺഡ്. വേറിന്റെ എന്ന് പറയില്ല. നമ്മൾ നേരത്തെ ആണ്ട് കണ്ടില്ലേ, ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം. അതുപോലെ തന്നെ വേർ നോട്ടിന്റെ വേൺഡ്, വേൺഡ് എന്നേ പറയുള്ളൂ. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഓക്കെ, വി വേൺഡ് ഹിയർ ഓർ വി വേർ നോട്ട് ഹിയർ, രണ്ടും പറയാം. അപ്പൊ നമുക്ക് നോക്കാം. വി വേൺഡ് ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വി വേർ നോട്ട് there, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. വി വേർ നോട്ട് ഇൻ ദ ക്ലാസ് റൂം, ഞങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. വി വേൺഡ് ഇൻ ദ ഹൗസ്, ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. യു വെച്ച്, യു വേർ നോട്ട് ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. യു വേൺഡ് there, നീ അവിടെ ഉണ്ടായിരുന്നില്ല. യു വേർ നോട്ട് ഇൻ ദ ക്ലാസ് റൂം, നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. യു വേർ നോട്ട് ഇൻ ദ ഹൗസ്, നീ വീട്ടിലുണ്ടായിരുന്നില്ല. ദേ വെച്ച്, ദേ അവർ അല്ലെങ്കിൽ ഇവർ. They were not here, അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. They were not there, അവർ അവിടെ ഉണ്ടായിരുന്നില്ല. They were not in the classroom, അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. They were not in the house, അവർ വീട്ടിലുണ്ടായിരുന്നില്ല. My friends, അല്ലെ, ഫ്രണ്ട്സ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വേറെ ഉപയോഗിക്കുന്നത്. My friends weren't here, എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. My friends were not there, എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നില്ല. My friends were not in the classroom, എന്റെ ഫ്രണ്ട്സ് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. മൈ ഫ്രണ്ട്സ് വേർ നോട്ട് ഇൻ ദ ഹൗസ്, എന്റെ ഫ്രണ്ട്സ് വീട്ടിലുണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് ഉള്ളത് പ്ലൂറലാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ഉപയോഗിക്കുന്നു. യുവർ ടീച്ചേഴ്സ് വേർണ്ട് ഹിയർ, നിന്റെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് വേർ നോട്ട് there, നിന്റെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് വേർ നോട്ട് ഇൻ ദ ക്ലാസ് റൂം, നിന്റെ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. Your teachers were not in the house, നിന്റെ ടീച്ചേഴ്സ് വീട്ടിലുണ്ടായിരുന്നില്ല. നമുക്കിനി വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും. We were not with me, അത് അർത്ഥമില്ലാത്ത വാക്യാണ്. ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അല്ലെ, അത് നമുക്ക് വിട്ടുകളയാം. We were not with us, ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അതും അർത്ഥമില്ലാത്ത വാചകമാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ അർത്ഥമില്ലാത്ത വാചകങ്ങൾ വരികയാണെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കണേ. You were not with you, ഞങ്ങൾ നിന്റെ കൂടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. We were not with him, ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. We were not with her, ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. We were not with them, ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. We were not with the children, ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. You വെച്ച് എല്ലാം ഒരേപോലെ തന്നെ. You weren't with me, നീ എൻ്റെ കൂടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യു ആർ നോട്ട് വിത്ത് us, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യു weren't with you, നീ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അത് നമ്മൾ വിട്ടുകളയുന്നു. യു were not with him, നീ അവന്റെ കൂടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യു were not with her, നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യു were not with them, നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യു ആർ നോട്ട് വിത്ത് ദ ചിൽഡ്രൻ, നീ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ദേ വെച്ച് ഒരേപോലെ തന്നെ അല്ലെ. ദേ വർ നോട്ട് വിത്ത് മീ, അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ദേ വർ നോട്ട് വിത്ത് us, അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ദേ വർ നോട്ട് വിത്ത് യു, അവർ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. They were not with him,
അവർ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. They were not with her. അവർ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. They were not with them. ഇവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. They were not with the children. അവർ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends, അതേപോലെ തന്നെയാണ്. My friends weren't with me. എന്റെ കൂട്ടുകാര് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends weren't with us. എന്റെ കൂട്ടുകാര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends were not with you. എന്റെ ഫ്രണ്ട്സ് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends were not with him. എന്റെ ഫ്രണ്ട്സ് അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends were not with her. എന്റെ ഫ്രണ്ട്സ് അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends were not with them. എന്റെ ഫ്രണ്ട്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. My friends were not with the children. എന്റെ ഫ്രണ്ട്സ് കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇനി യുവർ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വേർതിരിക്കുന്നത് അല്ലെ. യുവർ ടീച്ചേഴ്സ് weren't with me. നിന്റെ ടീച്ചേഴ്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with us. നിന്റെ ടീച്ചേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with you. നിന്റെ ടീച്ചേഴ്സ് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with him. നിന്റെ ടീച്ചേഴ്സ് അയാളുടെ അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with her. നിന്റെ ടീച്ചേഴ്സ് അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with them. നിന്റെ ടീച്ചേഴ്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. യുവർ ടീച്ചേഴ്സ് were not with the children. നിന്റെ ടീച്ചേഴ്സ് കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിന് പകരം നമുക്ക് വേറെ പ്ലൂറൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് മറ്റ് സ്ഥലങ്ങളൊക്കെ പറയാം. ഇവിടെ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അർത്ഥമുള്ള വാചകങ്ങൾ പറയാനും ഉണ്ടാക്കാനും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 3 വാചകങ്ങൾ കണ്ടു. We were here, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ were we here, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടത് നെഗറ്റീവ്, we weren't here or we were not here, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒരാളെ കൂടി കണ്ടെത്തി മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ഒരു അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. നല്ല ആത്മധൈര്യത്തോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഇനി വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണം. പ്രത്യേകിച്ച് ഫോംസ് അർത്ഥം അറിഞ്ഞിരിക്കണം, ഉച്ചാരണം, അതേപോലെ പുതിയ വാക്കുകളൊക്കെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ,
പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്, wonder, wandered, wandered, wash, washed, washed, tease, teased, teased, strengthen, strengthened, strengthened, supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 suggest, suggested, suggested, taste, tasted, tasted, trouble, 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 terrify, terrified, terrified, wink, winked, winked, wipe, wiped, wiped, trap, trapped, trapped, warned, wandered, wandered, warn, warned, warned, vanish, vanished, vanished, whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യിക്കാം. ഓക്കെ.